ഒരുപാട് ശമ്പളം ഉണ്ടായിട്ടും ദരിദ്രരായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ദുബായിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കൊളീഗ് ഉണ്ടായിരുന്നു. ആ കൊളീഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും കടമുണ്ടാവും. ഒരിക്കലേ അവന് 6000 ദിർഹംസ് ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്കിപ്പോൾ എത്ര കടമുണ്ടെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് ഏകദേശം 1,20,000 ദിർഹംസോളം കടമുണ്ടെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ശമ്പളം നെക്സ്റ്റ് ഇൻക്രിമെൻറ്റിൽ ഒരു 8-10 ആയി കഴിഞ്ഞാൽ ഞാൻ ഈ കടത്തിൽ നിന്നെല്ലാം മോചിതനാകും, ഞാൻ ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്നുള്ളൂ. സോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും ദുബായ് വിസിറ്റ് ചെയ്ത സമയത്ത് അവനെ വിളിച്ചു, കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി നിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ മാറിയോ, കടങ്ങളൊക്കെ വീഡിയോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം ഏകദേശം 2.5-3 ലക്ഷം ദിർഹംസിനടുത്ത് കടമുണ്ട്. അപ്പോൾ നിനക്ക് ശമ്പളം എത്രയുണ്ട്? 12,000 ദിർഹംസ് ഉണ്ട്. സോ ശമ്പളം 6,000 ദിർഹംസ് ആയ സമയത്ത് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമാണുള്ളത്. ദിസ് ഈസ് മീ ഖസാക്ക് ബെഞ്ചാലി. ഒരുപാട് ശമ്പളം ഉണ്ടായി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി ജനിച്ചു എന്നതുകൊണ്ടോ നമുക്ക് ഏതെങ്കിലും സോഴ്സിലൂടെ വരുമാനം ഉണ്ടായി എന്നതുകൊണ്ടോ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡമുള്ള ലൈഫ് ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അത് 2 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഈവൻ ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരുപാട് ആളുകൾ, കുറഞ്ഞ ശമ്പളത്തിനോ കുറഞ്ഞ വരുമാനത്തിനോ ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്ത ആളുകൾ പിന്നീട് കൃത്യമായ ഡിസിപ്ലിനിലൂടെ, കൃത്യമായ ഹാബിറ്റ് ഫോളോ ചെയ്തുകൊണ്ട്, കൃത്യമായിട്ടുള്ള മെൻ്റൽ ഹാബിറ്റിലൂടെയും മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലൂടെയും വലിയ റിച്ചായ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. സമ്പത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതൊരു തിങ്കിങ് പാറ്റേൺ ആണ്. ദാരിദ്ര്യമുള്ള ആളുകളും കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളുകളും മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകളും റിച്ച് ആയിട്ടുള്ള ആളുകളും ഇവരെല്ലാവരും ചിന്തിക്കുന്നത് ഒരുപോലെയല്ല. കുറഞ്ഞ ശമ്പളത്തിൽ നിന്ന് പോലും കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ തിങ്കിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ തിങ്കിങ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും റിച്ച് ആകാൻ കഴിയും, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനും പറ്റും. പക്ഷേ എങ്ങനെയാണ് ഫണ്ട് കൈകാര്യം ചെയ്യേണ്ടത്? ഒരാൾ റിച്ച് ആകുന്നത് ഒന്നാമത്തത് അയാളുടെ റിച്ച് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ രൂപപ്പെടുമ്പോഴാണ്. രണ്ടാമത്തത് അയാളുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ് ഒരു റിച്ച് ആയിട്ടുള്ള മില്യനെയറുടെ ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റായി മാറുമ്പോഴാണ്. സോ റിച്ച് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പഠിച്ചാൽ, റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ചിന്തയെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും റിച്ചാവും. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം 70 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എൻ്റെ തിങ്കിങ് പാറ്റേണിൽ ചേഞ്ച് ചെയ്തു. എൻ്റെ ഫൈനാൻഷ്യൽ ഹാബിറ്റിൽ ചേഞ്ച് ചെയ്തപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും കടത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു കടക്കാനും കഴിഞ്ഞത് ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ്. ആ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഒരു മില്യനെയറെ പോലെ ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മില്യനെയേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവരുടെ ഫൈനാൻഷ്യൽ തോട്ട് എങ്ങനെയാണ്? സമ്പത്തിനെ കുറിച്ച് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്? സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഇവരുടെ കയ്യിൽ കിട്ടുന്ന പണത്തെ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളെ സമ്പന്നനാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന പണത്തിൻ്റെ അളവല്ല, മറിച്ച് നിങ്ങൾ ആ പണം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. റിച്ച് ആയിട്ടുള്ള ആളുകൾ പണം കൈകാര്യം ചെയ്യുന്ന രീതി വേറെയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ വാങ്ങാതിരിക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ മില്യനേഴ്സ് ആയിട്ടുള്ള ആളുകൾ വാങ്ങിക്കുന്നത്, എവിടെയാണ് അവരെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ മില്യനേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഹാബിറ്റും മില്യനേഴ്സിൻ്റെ തിങ്കിങ് പാറ്റേണും കൃത്യമായിട്ട് പഠിച്ച് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന ഫെബ്രുവരി 25-ാം തീയതി കോഴിക്കോട് ദ റാവിസ് കടവിലേക്ക്. 100% റിസൾട്ട് ഉണ്ടാവും. കാര്യങ്ങൾ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. കുറേ നമ്മൾ ബെറ്റർ ആവും. എനിക്ക് ലൈഫിൽ ഓരോ ചേഞ്ചസ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. പലർക്കും എല്ലാം അറിയുമെന്നൊരു സംഭവമുണ്ട്. പക്ഷേ സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ പലർക്കും പലതും അറിയത്തില്ല. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു മെൻറ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. അതായത് ഓരോ മേഖലകളും എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. 101% റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ട്രെയിനിങ് ആയിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ടീമിലുള്ളവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നേക്കൊരു വർത്താണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ പ്രാക്ടിക്കൽ ഫിനാൻഷ്യൽ ഫ്രീഡം വർക്ക്ഷോപ്പിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് സീക്രട്ട് ഓഫ് മില്യനെയർ മൈൻഡ് സെറ്റും സീക്രട്ട് ഓഫ് മില്യനെയേഴ്സ് ഫൈനാൻഷ്യൽ ഹാബിറ്റുമാണ്. മില്യനേഴ്സ് എങ്ങനെയാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, മില്യനേഴ്സ് എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത്, ഈ സീക്രട്ടുകൾ മനസ്സിലാക്കി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള അവസരം
നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമാണുള്ളത്. ദിസ് ഈസ് മീ, ഖസാക്ക് ബെഞ്ചാലി.